കലാസ്നേഹികളെ, സംപൂജ്യരായ ഗുരുജനങ്ങളെ, ശ്രീ കലാമണ്ഡലം പ്രഭാകരൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം ശീതങ്ങന്നുള്ളൽ വേദിയിൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഇന്നിവിടെ പങ്കെടുക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ഇന്ന് തുള്ളൽ അവതരിപ്പിക്കുന്നത് പറവൂർ അരുൺ ആർ കുമാറാണ്. പിന്നിൽ പാടുന്നത് ശ്രീ രഞ്ജിത്ത് തൃപ്പൂണിത്തറ. മൃദംഗം വായിക്കുന്നത് ശ്രീ കലാമണ്ഡലം പ്രഭാകരൻ മാഷിന്റെ പുത്രനായ പ്രവീൺ പ്രഭാകരനാണ്. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ കല്യാണ സൗഗന്ധികം ശീതങ്ങന്നുള്ളലാണ്. കല്യാണ സൗഗന്ധികം കഥയെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കുട്ടികൾക്ക് വേണ്ടി അതിന്റെ ചെറിയ ഒരു രത്നച്ചുരുക്കം ഇവിടെ പറയാം. പാണ്ഡവന്മാർ വനവാസകാലത്ത് കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പാണ്ഡവ പത്നിയായ പാഞ്ചാലിക്ക് അപൂർവ സൗരഭ്യവും സൗന്ദര്യവുമുള്ള ഒരു പുഷ്പം ലഭിക്കുന്നു. അത്തരത്തിലുള്ള പുഷ്പങ്ങൾ തേടിക്കൊണ്ടുവരുവാൻ പാഞ്ചാലി തന്റെ ഭർത്താവായ ഭീമസേനോട് ആവശ്യപ്പെടുന്നു. ഭീമനാവട്ടെ കല്ലും മരങ്ങളും തല്ലിത്തകർത്തുകൊണ്ട് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗന്ധമാദന പർവ്വതം കാണുന്നു. ഗന്ധമാദന പർവ്വതത്തിൽ അപ്സരസുകൾ പന്തടിക്കുന്നത് കാണുന്നു. കദളീവനം കാണുന്നു. വളരെ മനോഹരമായ കദളീവനത്തിൽ നിറയെ വാഴക്കുലകൾ കാണുന്നു. ഇതെല്ലാം കാണുമ്പോൾ ആരാണ് ഇത്ര മനോഹരമായ ഈ കദളീവനം സംരക്ഷിക്കുന്നതെന്ന് ഭീമൻ നോക്കുമ്പോൾ ഭീമന്റെ ഈ ഘോര അട്ടഹാസങ്ങളും കേട്ട് ഞെട്ടിയെറിഞ്ഞ ഹനുമാൻ തപസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയും തന്റെ അനുജനായ ഭീമനാണല്ലോ ഈ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. പക്ഷെ ഭീമന് കുറച്ച് അഹങ്കാരമുണ്ട്. തന്റെ അനുജൻ എന്ന് പറയുന്നത് ഭീമനും ഹനുമാനും വായുപുത്രന്മാരാണ്. അപ്പൊ തന്റെ അനുജന് കുറച്ച് അഹങ്കാരമുണ്ട്. അഹങ്കാരം ശമിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഹനുമാൻ ഒരു വൃദ്ധ വാനരന്റെ വേഷത്തിൽ തന്റെ അനുജനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അനുജൻ പോകുന്ന വഴിയിൽ, ഭീമൻ പോകുന്ന വഴിയിൽ കുറുകെ ഒരു വാനരനായി കിടന്നു. ഭീമനാവട്ടെ കല്ലും മരങ്ങളും തല്ലിത്തകർത്ത് വരുമ്പോ മുമ്പിൽ കാണുന്നത് ഈ വൃദ്ധ വാനരനെയാണ്. ഭീമൻ വാനരനോട് മാറിപ്പോകാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് എഴുന്നേക്കാൻ കൂടി വയ്യ, അത്രയും ക്ഷീണിതനാണ്, താങ്കൾ മാറിപ്പോകുമെന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ശണ്ട കൂടുന്നു. ശണ്ടയുടെ അവസാനം ശക്തനായ ഭീമൻ വെറും നിസ്സാരനായ ഒരു കുരങ്ങിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നതാണ് കല്യാണ സൗഗന്ധികം കഥയുടെ രത്നച്ചുരുക്കം. അതിനുശേഷമുള്ള ഭാഗം നിങ്ങൾ തുള്ളലിലൂടെ തന്നെ കാണുക. ഒരിക്കൽ കൂടി ഈ ഒരു ക്ഷേത്രത്തിൽ ശ്രീ കലാമണ്ഡലം പ്രഭാകരൻ ആൻഡ് പാർട്ടി 40 വർഷത്തിന് മുകളിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ക്ഷേത്രത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നും തുടർച്ചയായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം തരുന്നതിന് ഇതിന്റെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.